അപ്പം ഇന്നും ഒരു 5:15 ആയപ്പോഴത്തേക്ക് എണീറ്റ് കലാപരിപാടികളെല്ലാം തുടങ്ങി. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോവാം. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ, മുള വിടുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ റൈസ് കുക്കറിൽ അരിയൊക്കെ വേവിച്ച് തലേന്ന് വെച്ചിരുന്നു. പിന്നെ നോക്കിയപ്പോഴേന്ന് എണ്ണ ഇല്ലായിരുന്നു, സൺഫ്ലവർ ഓയിൽ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് ഒഴിച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ മേടിച്ചതിൻ്റെ ബാക്കി കപ്പ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കപ്പ ഒന്ന് കറി വെക്കാമെന്ന് എഴുതിയപ്പോഴത്തേക്ക് അരിയൊക്കെ തിളച്ച് വന്ന് അപ്പുറം വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കുള്ള കാര്യങ്ങളും നോക്കി. അപ്പോഴത്തേക്ക് നേരമൊക്കെ വെളുത്ത് വരാറായി. എല്ലാമൊക്കെ എടുത്ത് വെച്ച് വന്നപ്പോൾ പിന്നെ കാപ്പിക്കുള്ളത് എടുത്ത് വെച്ച്. പിന്നെ ഇന്ന് ചമ്മന്തി ഉണ്ട്, അപ്പം കാപ്പിക്കുള്ള മുട്ട. അപ്പോഴത്തേക്ക് നേരമൊക്കെ വെളുത്ത് അത്യാവശ്യം. ഇന്നെന്തോ സമയം പെട്ടെന്ന് അങ്ങ് പോയി. എന്താണെന്ന് പറഞ്ഞുകൂടെ, 2 ദിവസത്തിൽ പോകണ്ടായിരുന്നല്ലോ, കിടന്നുറങ്ങി. പക്ഷേ 5:15 എഴുന്നേറ്റ് വന്നിട്ടും സമയം തികയാത്ത പോലെ. പിന്നെ കറിക്കുള്ള കാര്യങ്ങൾ നോക്കി. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുപ്പും കൂടെ ആകുമ്പോഴത്തേക്ക് സമയം ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ ബസ് വരും. ബസ്സായതുകൊണ്ടാണ് നമുക്ക് ഈ പേടി. ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ടാക്കേണ്ടി വരും. അങ്ങനെ നമ്മളെ കാപ്പിക്കുള്ള കറി. അപ്പോൾ ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇടിയപ്പമായിരുന്നു. പിന്നെ തോന്നി ഇന്ന് അത് വേണ്ടിയിരുന്നില്ല എന്ന്. കാരണം ഇത് പീച്ചലും കാര്യങ്ങളും മാവ് കുഴയ്ക്കലും ഒന്നിനും സമയം തികഞ്ഞില്ല. അപ്പോഴത്തേക്ക് കറിയൊക്കെ ആയി. അവൾ പോകുന്നതിന് മുമ്പ് ആക്കണമല്ലോ, എന്നാലേ ഇരുത്തി കഴിപ്പിച്ചിട്ട് വിടാൻ പറ്റത്തുള്ളൂ. രാവിലത്തെ കഴിപ്പ് ഇച്ചിരി പാടാണ്, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് ദാണ്ട് ചോറ് റെഡിയായി. പിന്നെ കപ്പ ഇന്നലെ വേവാത്തോണ്ട് ഞാൻ കുക്കറിട്ട് വേവിച്ചെടുത്ത്. പിന്നെ ചമ്മന്തി അരച്ച്, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ദാണ്ട് അവൾക്ക് ചോറെല്ലാം ഇട്ട് വെച്ച്. മറ്റേത് അവൾ ഒരുക്കി കാപ്പി ഇട്ട് കൊടുത്തിട്ടാണ് ചോറിടുന്നത്. ഇന്ന് പക്ഷേ അതിനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ആദ്യമേ എല്ലാം ഞാൻ ഒതുക്കി വെച്ചു. പിന്നെ അവളെ ഒരുക്കിയാൽ മതിയല്ലോ. പിന്നെ സ്നാക്സായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും പിസ്തയും കൂടെ കൊടുത്തുവിട്ട്. പിന്നെ ഇടാനുള്ള ഉടുപ്പൊക്കെ ആൾക്ക് എടുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് ആളുടെ പല്ലിയപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൂടെ ഞാൻ ചെയ്ത് എന്നിട്ട് കുളിപ്പിച്ചുകൊണ്ട് വന്നു. ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അവൾക്ക് കാപ്പി എടുത്ത് കൊടുത്തത്. മറ്റേ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് കാപ്പി ഞാൻ കുടിപ്പിക്കുമായിരുന്നു. പിന്നെ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. ചടപടാന്ന് പറഞ്ഞ ഓട്ടവും കാര്യങ്ങളുമായിരുന്നു. അങ്ങനെ ബസ്സിൽ അവളെ വിട്ടിട്ട് വന്നതിന് ശേഷമുള്ള അടുക്കളയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട് അടുക്കള. ഇങ്ങനെ ഇപ്പോൾ കുറച്ചെങ്കിലും പാത്രമൊക്കെ ഞാൻ അപ്പം കഴുകി വെക്കുന്നത്. പക്ഷേ ഇന്ന് ഒന്നിനും പറ്റിയില്ല. എന്നാൽ അധികം ജോലികളില്ലായിരുന്നു. എന്നിട്ടും സമയം എവിടെ പോയെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കാതെ ഒരു സമാധാനമില്ലായിരുന്നു. ഒരു അടിച്ച് തുടച്ച് തേച്ച് കഴുകി എല്ലാം വൃത്തിയാക്കി. ഒരു ചരുവം പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം കൂടെ എങ്ങനെ വന്നെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. എന്നാൽ അധികം എന്തെങ്കിലും ഉണ്ടാക്കി. ഒരു ചമ്മന്തി, ഒരു കപ്പ, പപ്പടം, പിന്നെ കാപ്പി, ചോറ്, ഇത്രയേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഇത്രയും പാത്രം ഇടുന്നതെന്ന് വെച്ചാൽ ഓരോന്നിനും കയ്യെത്തി കിട്ടുന്നതെല്ലാം ഭാര്യ ഇറക്കിയിട്ട്. എന്തായാലും ഏറ്റവും അവസാനം ഞാൻ തന്നെ കഴുകിയെല്ലാം ഒതുക്കി വെച്ച്. പിന്നെ നോക്കിയപ്പം തറയിലൊക്കെ വെള്ളം വീണ്ടും വല്ലാണ്ടായി. പിന്നെ ഞാൻ എന്താ ചെയ്തത്, വീട് ഫുള്ളങ്ങ് തുടച്ച് വൃത്തിയാക്കി. രാവിലത്തെ എക്സസൈസ് അങ്ങ് കഴിഞ്ഞ് കിട്ടി. പിന്നെ നമ്മളെ ചെടിക്കാർക്ക് നല്ല വെയിൽ വരുന്നതായിരുന്നു. ഈ വെയിൽ എത്ര നേരം നിൽക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോഴത്തേക്ക് ചെടിയൊക്കെ ഇങ്ങനെ ഞങ്ങൾക്കൊന്നും ഇല്ലയോ എന്നൊരു മട്ടിലായി. അപ്പോൾ പിന്നെ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാമെന്ന് കരുതി. അവരൊന്ന് രാവിലെ പോയി എണീറ്റ് അവിടെ നോക്കുന്നൊരിതുണ്ട് അവൾ പോകുന്നതിന് മുമ്പ്. ഇന്ന് അതിനൊന്നിനും സമയം കിട്ടിയില്ല. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിലവരൊക്കെ വിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത്. നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു ഈ ടൈം ആയപ്പോഴത്തേക്ക്. ഒരു 9 മണി ഒക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും. കാരണം നമ്മളെ അടുക്കളയിലെ ക്ലീനിങ്ങും തുടപ്പും ഒതുക്കലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എന്തായാലും ആ സമയം. കാരണം 8:30 മുമ്പ് മോള് പോവും. പിന്നെ തുടങ്ങിയ ജോലി 9-9:30 ആയിരുന്നു. പിന്നെ തുടച്ചുകൊണ്ട് നിന്നപ്പം കറണ്ടും പോയി. തുടപ്പ് തുടങ്ങിയതും കറണ്ടും പോയി. ചൂടും തുടച്ചിട്ട് ഉണങ്ങാൻ ഫാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ചൂടുണ്ടായിരുന്നു. പിന്നെ തുടച്ചൊരു 10-10:30 എങ്ങാണ്ടായപ്പോഴാണെന്ന് തോന്നുന്നു പിന്നീട് കറണ്ട് വന്നത്. അപ്പോഴത്തേക്ക് തുടപ്പെല്ലാം കഴിഞ്ഞ് ഒരുവിധം നല്ലോണം ഉണങ്ങിയായിരുന്നു. നമ്മുടെ മുല്ലയിലും ദാണ്ടേ നല്ലൊരു ചുന്ദരി വിരിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് തണുപ്പിച്ചൊക്കെ നിർത്തി. ഇനിയിപ്പം നമ്മളെ രാജകുമാരി ഇവിടെ നിൽപ്പുണ്ട്, വളർന്ന് മേലോട്ട് വരുന്ന. കാത്തിരുവോ എന്തരോ. പിന്നെ നോക്കിയപ്പോൾ നല്ല വെയിൽ. ഈ ടൈമിൽ മുളകൊക്കെ ഉണക്കാനുണ്ടെങ്കിൽ ഉണക്കാം. നമ്മളെ തുണിയൊക്കെ കഴുകിയിട്ടാൽ ഇപ്പോഴത്തെ ഈ ചൂടിൽ പെട്ടെന്ന് ഉണക്കി കിട്ടും. കാരണം നല്ല ചൂടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഈ എത്ര നേരം ഈ വെയിൽ നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറയുന്നതിന് മുമ്പ് മഴ വരുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, സി യു.